ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്രിക്കഴകം പാർട്ടി റാലിക്കിടെ ഇന്നലെ രാത്രിയുണ്ടായ തിക്കിലും തിരക്കിലും 36 മരണം, 50ലേറെ പേർക്ക് പരിക്കേറ്റു. ആഗോള ഭീകരവാദത്തിന്റെ കേന്ദ്രമാണ് ഇന്ത്യയുടെ അയൽക്കാരെന്ന് യുഎന്നിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് ട്വന്റി ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്രിക്കഴകം പാർട്ടി റാലിക്കിടെ ഇന്നലെ രാത്രിയുണ്ടായ തിക്കിലും തിരക്കിലും 36 പേർ മരിച്ചു, 50ലേറെ പേർക്ക് പരിക്കേറ്റു. മരിച്ചവരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ 10 ലക്ഷം രൂപ വീതം ആശ്വാസധനം അനുവദിച്ചു. ഐസിയു ചികിത്സയിൽ കഴിയുന്നവർക്ക് 1 ലക്ഷം രൂപ വീതവും നൽകും. സംഭവസ്ഥലം നേരിൽ സന്ദർശിക്കാൻ അല്പം മുമ്പ് സ്റ്റാലിൻ കരൂരിലെത്തി. സംഭവത്തിൽ ഏകാംഗ കമ്മീഷനെയും മുഖ്യമന്ത്രി നിയോഗിച്ചു. വിരമിച്ച ഹൈക്കോടതി ജഡ്ജി അരുണ ജഗദീശനാണ് ജുഡീഷ്യൽ കമ്മീഷൻ. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ വേദനയും ദുഃഖവും അറിയിച്ചു. നടൻ വിജയും സംഭവത്തിൽ അതീവ ദുഃഖവും ഖേദവും അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരായ ജെ.പി. നദ്ദ, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും അനുശോചിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു. ആവശ്യമെങ്കിൽ സഹായങ്ങൾ എത്തിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കരൂരിൽ തിക്കും തിരക്കും ഉണ്ടാകാൻ ഇടയാക്കിയ സാഹചര്യം വിശദീകരിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് ഗവൺമെന്റിന് നിർദ്ദേശം നൽകി. രക്ഷാ ദുരിതാശ്വാസ നടപടികളുടെ വിശദ റിപ്പോർട്ട് നൽകാനും ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടു. ആഗോള ഭീകരവാദത്തിന്റെ കേന്ദ്രമാണ് ഇന്ത്യയുടെ അയൽക്കാരെന്നും സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ ഭീകരതയുടെ വെല്ലുവിളിയുമായി രാജ്യം ഏറ്റുമുട്ടുകയാണെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അറിയിച്ചു. ലോകത്തെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് ആ രാജ്യവുമായി പതിറ്റാണ്ടുകളായി ബന്ധമുണ്ടെന്നും ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്ത ജയശങ്കർ പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടന തയ്യാറാക്കിയ ഭീകരപ്രവർത്തകരുടെ പട്ടികയിൽ ആ രാജ്യത്തെ പൌരന്മാരാണ് ഏറിയ പങ്കുമെന്നും മന്ത്രി വിശേഷിപ്പിച്ചു. കഴിഞ്ഞ ഏപ്രിലിലുണ്ടായ പഹൽഗാം ഭീകരാക്രമണം എടുത്തുകാണിച്ച ഡോക്ടർ ജയശങ്കർ സ്വന്തം ജനതയെ ഭീകരതയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ പ്രതിരോധത്തിന് തുനിഞ്ഞതെന്ന് വ്യക്തമാക്കി. ഭീകരവാദം ലോകം മുഴുവൻ നേരിടുന്ന ഭീഷണിയാണെന്നും അത് നേരിടാൻ കൂടുതൽ ശക്തമായ ആഗോള സഹകരണം അനിവാര്യമാണെന്നും ജയശങ്കർ പറഞ്ഞു. ഈ മാസം 22-ന് നിലവിൽ വന്ന വരും തലമുറ ജിഎസ്ടി പരിഷ്കരണം പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിന് സുപ്രധാന ചുവടുവയ്പ്പാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്ക് ഗണ്യമായി കുറച്ച പരിഷ്കരണങ്ങൾ കായിക മേഖലയ്ക്കും ഗണ്യമായ ആശ്വാസമാണ് നൽകുന്നത്. കായിക സാമഗ്രികളുടെ നികുതി നിരക്ക് 12% നിന്ന് 5%-ആയാണ് കുറച്ചത്. കായിക ഉപകരണങ്ങൾ എല്ലാവർക്കും താങ്ങാൻ കഴിയുന്നതാക്കാനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും കായിക ഇനങ്ങളിൽ കൂടുതൽ ജനപങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും വഴിയൊരുക്കും. ഫിറ്റ്നസും ആരോഗ്യകരമായ ജീവിതശൈലിയും രൂപപ്പെടുത്തുന്നതിലൂടെ ജനതയുടെയും രാജ്യത്തിന്റെയും ആരോഗ്യ സാഹചര്യം മെച്ചപ്പെടുത്തും. സൈക്കിളുകളുടെ നികുതി നിരക്ക് 12% നിന്ന് 5%-ആയാണ് കുറച്ചത്. ഇത് ആരോഗ്യത്തിന് പുറമെ ജനങ്ങളുടെ സഞ്ചാര രീതിയിലും ഗുണപരമായ മാറ്റമുണ്ടാക്കും. വിദ്യാർത്ഥികൾക്കും ഫിറ്റ്നസ് ആഗ്രഹിക്കുന്നവർക്കും യുവ പ്രൊഫഷണലുകൾക്കും സൈക്കിളുകളുടെ ജിഎസ്ടി നിരക്കിളവ് പ്രയോജനപ്പെടും. രാജ്യത്ത് പുരോഗതിയും പരിവർത്തനവും കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അക്ഷീണം പ്രവർത്തിച്ചു വരികയാണ്. അടൽ പെൻഷൻ യോജനയിലൂടെ ഇന്ത്യയിലെ അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ മോദി ഗവൺമെന്റ് എങ്ങനെ ശക്തിപ്പെടുത്തിയെന്ന് പ്രത്യേക പരമ്പരയായ സേവാ പർവ് വഴി ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. ഇന്ത്യയിലെ അസംഘടിത തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് എന്നും പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. തൊഴിലാളികളുടെ അപകട സാധ്യതകൾ, വിരമിക്കലിന് ശേഷം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നീ വെല്ലുവിളികൾ പരിഹരിക്കാൻ 2015 മെയ് മാസത്തിലാണ് അടൽ പെൻഷൻ യോജന ആരംഭിച്ചത്. പദ്ധതിയിലൂടെ ഗുണഭോക്താക്കളുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കുകയും ചെയ്തിരുന്നു. വിരമിക്കൽ പ്രായവും തൊഴിലാളികൾ അടയ്ക്കുന്ന വിഹിതവും ബന്ധിപ്പിച്ച് നിശ്ചിത പെൻഷൻ ആനുകൂല്യങ്ങൾ പദ്ധതിയിൽ ലഭ്യമാകും. സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന തൊഴിലാളികളെ പ്രധാനമായും ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി രാജ്യത്തെ ഏറ്റവും സമഗ്രവും വേഗത്തിൽ ലഭ്യമാകുന്നതുമായ സാമൂഹിക സുരക്ഷാ സംരംഭങ്ങളിൽ ഒന്നാണ്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ പെൻഷൻ പദ്ധതിയിൽ 8 കോടി പേർ വരിക്കാരായും 45,000 കോടിയിലധികം രൂപ സമാഹരിക്കുകയും ചെയ്തു. വരിക്കാരിൽ 48% സ്ത്രീകളാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് രാവിലെ 11-ന് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 126-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി ലഭ്യമാണ്. ആകാശവാണി ന്യൂസ്, ഡിഡി ന്യൂസ്, പിഎംഒ, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ഹിന്ദി പ്രക്ഷേപണത്തിന് തൊട്ടുപിന്നാലെ പ്രാദേശിക ഭാഷയിലും പരിപാടി കേൾക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള രാജ്ഭവന്റെ ഇൻഹൌസ് ജേണൽ രാജ്ഹംസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ പ്രകാശനം ചെയ്യും. രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ സാന്നിധ്യത്തിൽ ഡോക്ടർ ശശി തരൂർ എംപി ആദ്യപ്രതി മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങും. ഏഷ്യാകപ്പ് ട്വന്റി-20 ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. ദുബായിലെ ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. രാത്രി 8-നാണ് മത്സരം ആരംഭിക്കുന്നത്. ഏഷ്യാകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. എന്നാൽ പാകിസ്ഥാൻ ടൂർണമെന്റിൽ 2 തവണ ഇന്ത്യയോട് പരാജയപ്പെട്ടിരുന്നു. ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് മെഡൽവേട്ടയോടെ ആവേശകരമായ തുടക്കം. ന്യൂഡൽഹിയിൽ ഇന്നലെ ആദ്യ ദിനത്തിൽ ശൈലേഷ് കുമാർ പുരുഷ ഹൈജമ്പിൽ രാജ്യത്തിനായി ആദ്യ സ്വർണം നേടി. ഏഷ്യൻ റെക്കോർഡാണിത്. വരുൺ സിംഗ് ഭാട്ടി വെങ്കലവും സ്വന്തമാക്കി. കൊളംബോയിൽ സാഫ് അണ്ടർ 17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബംഗ്ലാദേശിനെ 4-1 പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഇത് 7ാം തവണയാണ് ഇന്ത്യ അണ്ടർ 17 ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കുന്നത്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 മത്സരങ്ങൾ കണ്ണൂരിൽ സമാപിച്ചു. തലശ്ശേരി ചമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സീനിയർ പെൺകുട്ടികളുടെ വോളിബോൾ മത്സരത്തിൽ വയനാട് ജില്ല ചാമ്പ്യന്മാരായി. കണ്ണൂർ 2ാം സ്ഥാനവും പത്തനംതിട്ട 3ാം സ്ഥാനവും നേടി. ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ കോട്ടയം താഴത്തങ്ങാടി ജലോത്സവത്തിൽ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയ്യപുരം ചുണ്ടൻ ജേതാക്കളായി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന്റെ മേൽപ്പാടം ചുണ്ടൻ 2ാം സ്ഥാനവും പുന്നമട ബോട്ട് ക്ലബ്ബിന്റെ നടുഭാഗം ചുണ്ടൻ 3ാം സ്ഥാനവും നേടി. ബോട്ട് ലീഗിലെ ആദ്യ മത്സരമായ കൈനഗിരി ജലോത്സവത്തിലും വിയ്യപുരമാണ് ജേതാക്കൾ. സുബ്രത കപ്പ് ജേതാക്കളായ കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് ഇന്നലെ വൈകിട്ട് കോഴിക്കോട് ഫാറൂഖ് സ്കൂളിൽ സ്വീകരണം നൽകി. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് താരങ്ങൾക്ക് ഉപഹാരം സമ്മാനിച്ചു. ദേശീയപാത 66ന്റെ വികസനത്തിൽ കുന്നിടിച്ചിൽ ഭീഷണി നേരിടുന്ന കൊയിലാണ്ടി, കൊല്ലം, കുന്നിയോറമല പ്രദേശത്തെ വീടുകൾ ഉൾപ്പെടുന്ന ഭൂമി ഏറ്റെടുക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചു. അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ പ്രശാന്ത് ദുബെ തീരുമാനം ഷാഫി പറമ്പിൽ എംപിയെ ഔദ്യോഗികമായി അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ആരോഗ്യമേഖലയുടെ വികസനത്തിന് 37 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് മുഖേന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾക്കും കെട്ടിട നിർമ്മാണത്തിനാണ് തുക നൽകുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ തെരുവ് വിളക്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനായി സ്ഥാപിച്ച നവീകരിച്ച സെൻട്രൽ കൺട്രോൾ ആന്റ് മോണിറ്ററിംഗ് സിസ്റ്റം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. നഗരത്തിൽ 5000 LED തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്ന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ അവകാശ പ്രഖ്യാപന റാലി മന്ത്രി വി എൻ വാസവൻ ഉച്ചകഴിഞ്ഞ് കോട്ടയം മാമൻമാപ്പിള ഹാളിൽ ഉദ്ഘാടനം ചെയ്യും. തിരുനക്കര മൈതാനത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രകടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇടുക്കി ജില്ലയിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലെ വിജിലൻസ് മിന്നൽ പരിശോധന ഓപ്പറേഷൻ വനരക്ഷയിൽ വ്യാപക അഴിമതിയും ക്രമക്കേടും കണ്ടെത്തി. വള്ളക്കടവ്, തേക്കടി, മറയൂർ, കാന്തല്ലൂർ റേഞ്ച് ഓഫീസുകളിലാണ് തിരിമറി നടന്നെന്ന് വ്യക്തമായത്. സംസ്ഥാന ജിഎസ്ടി വകുപ്പും ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗവും സംസ്ഥാന വ്യാപകമായി ബാർ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. 45 ബാർ ഹോട്ടലുകളിലെ പരിശോധനയിൽ 127 കോടി 46 ലക്ഷം രൂപയുടെ വിറ്റുവരവ് നികുതി തട്ടിപ്പും 12 കോടി രൂപയുടെ നികുതി വെട്ടിപ്പും കണ്ടെത്തി. സംസ്ഥാനത്തെ സ്കൂളുകളെക്കുറിച്ച് കൈറ്റ് വിക്ടേഴ്സ് എന്റെ സ്കൂൾ എന്റെ അഭിമാനം എന്ന വിഷയത്തിൽ റീൽസ് മത്സരം സംഘടിപ്പിക്കും. സ്കൂളിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങളും മറ്റ് പ്രത്യേകതകളും പ്രകടമാക്കുന്ന 1 മിനിറ്റിൽ കൂടാത്ത റീൽസുകളാണ് പരിഗണിക്കുന്നത്. ഒക്ടോബർ 9-നകം റീലുകൾ ലിറ്റിൽ കൈറ്റ്സിന് ലഭിക്കണം. ആർഎസ്എസിന്റെ ഉത്തരകേരള പ്രാന്തം ചാലക്കുടി മുതൽ മഞ്ചേശ്വരം വരെ സംഘടിപ്പിക്കുന്ന വിജയദശമി ആഘോഷ പരിപാടികൾ ഇന്ന് ആരംഭിക്കും. ആർഎസ്എസിന് 100 വയസ്സ് തികയുന്ന വേളയിൽ 1 വർഷത്തെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്രി കഴകം പാർട്ടി റാലിക്കിടെ ഇന്നലെ രാത്രിയുണ്ടായ തിക്കിലും തിരക്കിലും 36 മരണം, 50ലേറെ പേർക്ക് പരിക്കേറ്റു.
ആഗോള ഭീകരവാദത്തിന്റെ കേന്ദ്രമാണ് ഇന്ത്യയുടെ അയൽക്കാരെന്ന് യുഎന്നിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.